വയലുകളിൽ വിളവെടുത്ത കണിവെള്ളരികൾ വിൽക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നു കർഷകർ. വാഴക്കാട് പഞ്ചായത്തിലെ ചാലിയപ്പുറം വെട്ടത്തൂർ വയലുകളിൽ വിളവെടുത്ത കണിവെള്ളരിയാണ് വിൽക്കാൻ കഴിയാതെ കർഷകർ ബുദ്ധിമുട്ടിലാവുന്നത്. 12 ഏക്കറോളം വരുന്ന വയലിൽ കൃഷിയിറക്കിയതിൽ 8 ഏക്കറിലും കണിവെള്ളരിയാണ്. ഈ വെള്ളരിയാണ് ഇപ്പോൾ വിപണിയില്ലാതെ കർഷകർ വലയുന്നത്. എല്ലാ വർഷവും കണിവെള്ളരി വിറ്റുപോകാറുണ്ട്. എന്നാൽ ഈ വർഷം വിപണിയില്ലാതെ വലയുകയാണ് കർഷകർ. നല്ല ചൂടുകാലമായതോടെ വെള്ളരിക്ക് വിപണി കൂടും എന്നിരിക്കെ ഈ വർഷം വിപണി കണ്ടെത്താൻ കഴിയാതെ പാടുപെടുകയാണ് കർഷകർ. വിഷുവിന് ഏറെ പ്രാധാന്യമുള്ള കണിവെള്ളരി കൃഷി ചെയ്ത് വിൽക്കാൻ കഴിയാത്തതിൻ്റെ വിഷമം മറച്ചുവെക്കാൻ പാടുപെടുകയാണ് കർഷകർ. 1 ഏക്കർ കൃഷി ഇറക്കാൻ 20,000 രൂപയോളം വരും. അതിനു പുറമെ വയൽ പാട്ടത്തിനെടുത്തതിൻ്റെ പാട്ടം, മറ്റു ചിലവുകൾ വേറെയും. കണിവെള്ളരിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രാവശ്യം എന്താണ് അറിയില്ല. ഇതുവരെ ഒരു നല്ലൊരു ഓർഡർ വന്നിട്ടില്ല. ചെറിയ ചെറിയ പാർട്ടികൾ വന്നിട്ട് അന്വേഷിച്ച് കുറേശ്ശൊക്കെ പോകുന്നുണ്ട് എന്നുള്ളതല്ലാതെ മൊത്തത്തിൽ ഒരു ടീം വന്നിട്ട് ഇത് ഇത്ര വേണം എന്നുള്ളത് ഇതുവരെ ആരും പറഞ്ഞില്ല. അത് പറയുന്നുള്ളത് ഒരു പ്രതീക്ഷയിൽ കാത്ത് നിൽക്കുകയാണ് ഞങ്ങൾ. ഇതിവിടെ ഇപ്പം ഒരു 12-12.5 ഏക്കർ സ്ഥലത്ത് മൊത്തം ഇപ്പം കണിവെള്ളരി തന്നെ ഈ പ്രാവശ്യം കൃഷി. അതിപ്പം ഞങ്ങൾ തുടർന്ന് പോരുന്ന ഇപ്പം ഏകദേശം 8 വർഷം, ഞാനിപ്പോൾ 8 വർഷമായി. ഞാനൊരു പ്രവാസി കഴിഞ്ഞ് 10-25 വർഷം ഗൾഫിൽ നിന്നിപ്പോൾ വന്നതിന് ശേഷം തിരഞ്ഞെടുത്തൊരു മേഖലയാണ് കൃഷി. അതിൽ വിഷുവിനോടനുബന്ധിച്ചിട്ട് കണിവെള്ളരി ഉണ്ടാക്കും, നാടൻ വെള്ളരി ഉണ്ടാക്കും. അതെല്ലാ വർഷവും നല്ല മാർക്കറ്റ് കിട്ടലും ഉണ്ട്. അതിലിപ്പം 2 വർഷം കൊറോണൻ്റെ ഇതിൽ മാത്രമേ ഞങ്ങൾക്കൊരു ചെറിയ പ്രതിസന്ധി വന്നുള്ളൂ. അതുവരെ നല്ല മാർക്കറ്റ് ഉണ്ടാവലുണ്ട്. ഈ പ്രാവശ്യം എന്താണ് അറിയില്ല. ഇതുവരെ ഇപ്പം ആരും അങ്ങനെ ഓർഡർ വന്നിട്ടില്ല. അതിനിപ്പം 3-4 ദിവസം കൂടി ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഓർഡർ വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. പിന്നെ ഇവിടുന്ന് ഈ സാധനം നല്ലോണം പുറത്തേക്ക് കയറ്റി പോകലുണ്ട്. ഇപ്പം കുണ്ടോട്ടി പോയിട്ട് അവിടുന്ന് പ്ലെയിനിൽ നല്ലോണം സാധനം പോകുന്നുണ്ട്. പിന്നെ ഇത് 15 ദിവസം മുന്നേ വന്നിട്ട് എടുക്കുന്ന ടീം ഉണ്ടാവലുണ്ട്. അവർ കപ്പലിനാണ് ഇത് കയറ്റിയാക്കൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സ്ഥിതിഗതി. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ സ്ഥിതി എന്താണെന്നുള്ളത് അറിയില്ല. ഇനിയിപ്പം ഇതിന് ഗവൺമെൻറ് എന്തെങ്കിലും ഒരു പരിഹാരം കാണുമെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു ഉപകാരം. ഇനി ഇതിനെ സംബന്ധിച്ചിടത്തോളം നാടൻ വെള്ളരി ആണെങ്കിൽ വിഷു കഴിഞ്ഞാലും നമുക്ക് വിൽപ്പന മാർക്കറ്റോ എന്തെങ്കിലും അന്വേഷിക്കാം. പക്ഷേ കണിവെള്ളരിക്ക് പറ്റൂല. കണിവെള്ളരി വിഷുവിൻ്റെ ദിവസം കഴിഞ്ഞാൽ അതോടുകൂടി അത് അവസാനിച്ച് പിന്നെ ഈ സാധനം ഒന്നിനും ഉപയോഗിക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ആ വിഷുവിൻ്റെ മുന്നായിട്ട് ഇതിനൊരു മാർക്കറ്റ് കിട്ടണം, ഇത് സാധനം സെയിലായി കിട്ടണം എന്നൊക്കെയാണ് ഇപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ 10-12 ഏക്കർ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സാധനം ഉണ്ടാവും. ഒരു 10 ടണ്ണോളം സാധനം ഇപ്പം ഇവിടെ ആയി കഴിഞ്ഞാണ്. ഇതിൻ്റെയൊക്കെ ഇനി സ്ഥിതി എന്താണെന്നുള്ളപ്പോൾ ഒന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റൂല. അങ്ങനെയാണ് ഇപ്പോൾ ഇതായി നിൽക്കുന്നത്. ഫെബ്രുവരി മാസത്തിൽ ചെയ്ത കൃഷി റെക്കോർഡ് വിളവെടുപ്പ് ലഭിച്ചെങ്കിലും വിപണിയില്ലാത്തത് ദുരിതമായിരിക്കുകയാണ് കർഷകർക്ക്. പാട്ടത്തിനെടുത്ത 12 ഏക്കർ വയലിൽ കണിവെള്ളരി, ചിരങ്ങ, വെണ്ടക്ക, നാടൻ വെള്ളരി, പയർ തുടങ്ങിയ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതിനും വേണ്ടത്ര ലാഭം കിട്ടുന്നില്ല. കച്ചവടക്കാർ ലാഭം കൊയ്യുമ്പോഴും എല്ലുമുറിയ പണിയെടുത്ത കർഷകർക്ക് അധ്വാനത്തിൻ്റെ ഫലം കർഷകർക്ക് ലഭിക്കുന്നില്ല. വിഷു കഴിഞ്ഞാൽ ഈ കണിവെള്ളരി തെങ്ങിന് വാഴക്കും വളമായി ഉപയോഗിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് ചാലിയപ്പുറത്തെ കർഷകർക്ക്.